ആർട്ടിസ്റ്റ് ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ.വി. ക്ഷേമ ഓർമ്മദിനം സംഘടിപ്പിച്ചു. ശബളിയമാർന്ന സ്വജീവിതത്തെ സാമൂഹ്യ ചേതനയുടെ സ്പന്ദനമാക്കി മാറ്റിയ നന്മയും കരുണയും നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു കെ.വി. ക്ഷേമ. ആർട്ടിസ്റ്റ് ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കെ.വി. ക്ഷേമ ഓർമ്മദിനം സംഘടിപ്പിച്ചത്. മുൻ എം.പി അഡ്വക്കേറ്റ് എം. ആരിഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ആർ. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് പി. ജി. ഗോപകുമാർ സ്വാഗതവും കെ.എസ്. കേന്ദ്രകുമാർ നന്ദിയും പറഞ്ഞു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. വനിതാ കമ്മീഷൻ അംഗം വി. ആർ. മഹിളാമണി, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.S. ശിവപ്രസാദ്, ചേർത്തല അർബൻ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് N.R. ബാബുരാജ്, ബി. വിനോദ്, മുതുകുളം സോമനാഥ്, ഐസക് മാടവന, B.K. നായർ എന്നിവർ പ്രസംഗിച്ചു. പ്രതിബദ്ധത എന്നത് തൻ്റെ പ്രവർത്തന പദത്തിൽ തെളിയിച്ച ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു. സർവീസ് മേഖലയിൽ നമ്മുടെ ഏറ്റവും കരുത്തുറ്റ സർവീസ് സംഘടനയായ എൻജിഒ യൂണിയൻ്റെ സംസ്ഥാന തലത്തിൽ അതിൻ്റെ അംഗം എന്ന നിലയിൽ, സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ രംഗത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റ് മുമ്പ് സംസാരിച്ചിരുന്നവരെല്ലാം നമ്മുടെ പി. ജി. ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കാണും. സാഹിത്യരംഗത്തും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തുമെല്ലാം ക്ഷമചേച്ചിയുടെ ഒരു പ്രത്യേക കഴിവ്, മികച്ച സംഘാടകയായിരുന്നു. ഒരു വായനക്കാരി എന്ന നിലയിൽ നല്ല പരന്ന വായനയുണ്ടായിരുന്ന ആളാണ്. ആ വായന പുസ്തകങ്ങളിലെല്ലാം കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുകയും വായിക്കുന്നതോടൊപ്പം തന്നെ ആ വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെല്ലാം പകർന്നു നൽകുന്നതിനും എല്ലാം മനിതര സാധാരണമായ ഒരു വ്യക്തി പ്രഭാവം തന്നെ ഉണ്ടായിരുന്നു. വളരെ ലളിതമായി നമ്മുടെ വലിയ എന്താ പറയുക, ഈ ആലങ്കാരികതകളൊന്നുമില്ലാതെ, വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ വളരെ സരള ലളിതമായി ആളുകളോട് ഇടപെടുകയും അവരെ സംഘടിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവും ഉണ്ടായിരുന്നു. ഞാനന്ന് വളരെ ഇവിടെ CPIM-ൻ്റെ ചുമതല വഹിക്കുന്ന സമയത്തായിരുന്നു കൂടുതലും ഓഫീസിൽ വരികയും അന്ന് എനിക്ക് തോന്നുന്നു കലാ സാഹിത്യവേദിയുടെ ഒരു പരിപാടി ഇവിടെ വെച്ചാണെന്ന് തോന്നുന്നു, ഇവിടെ വെച്ചാണോ ഇവിടെ നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതെൻ്റെ ഓർമ്മ, അങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചുമതല കൊടുത്തു. ആ ചുമതലപ്പെടുത്തിയപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് അന്നത്തെ ആ പരിപാടി വളരെ ശ്രദ്ധേയമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തു.